ഹലോ ഗൈസ്. രണ്ടാം പെരുന്നാളായപ്പോ പിന്നെയും വീട്ടിലെ ആൾക്കാരെണ്ണം കൂടി. മക്കളും പേരക്കുട്ടികളൊക്കെ കൂടിയപ്പോ നമുക്ക് പെരയിൽ തന്നെ പരിപാടി ഉണ്ടാക്കായിരുന്നു. പിന്നെ നമ്മുടെ പെരയിൽ ഒരു പരിപാടി ഉണ്ടാക്കാൻ പുറത്ത് നമുക്ക് ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് ആൾക്കാർ നമ്മളെ പെരയിൽ തന്നെ ഉണ്ട്. പരിപാടി കാണാൻ വേണ്ടിട്ട് നമ്മളെ പെരീത്തെ മെയിൻ ആൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആള് പെരുന്നാളായിട്ട് മെയിലാഞ്ചി കിട്ടി സുന്ദരിയായിട്ട് വന്നിരിക്കണേ. ഈ കുറിപ്പിനാണെങ്കിൽ അടുത്ത ആഴ്ച ഓളെ കല്യാണമാണ്. ഓളെ കയ്യും കാലും കേടരുന്ന് പറഞ്ഞിട്ട് ഓള് പരിപാടിക്കൊന്നും കൂടാതെ ഓളെ ചെറുക്കിനെ വിളിച്ച് ഓളൊരു മൂലക്കിരുന്നു. ഇതിറ്റങ്ങളോട് ബലൂൺ ചോട്ടി പൊട്ടിക്കാൻ പറഞ്ഞിട്ട് കാലൊക്കെ ചോട്ടി പൊട്ടിക്കാൻ നോക്കണ്. ഭാഗ്യത്തിന് ഒന്നും കജ്ജും കാലും ഒടിഞ്ഞില്ല. എന്റെ പെങ്ങളും കാരണോലും കുട്ടികളാണ്. കസേരക്കരയിൽ ഞാൻ തോൽപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഒക്കെപ്പാടെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് ആദ്യം തന്നെ എന്നെ പുറത്താക്കി. ഞാനൊരു മാമനാന്നുള്ള ഒരു ബഹുമാനം കൂടി മക്കൾക്കില്ല. ഇന്നെ പുറത്താക്കിയപ്പോ ഓലിക്കാണെങ്കിലോ അല്ലെ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചൊരു സന്തോഷം. ഈ നിൽക്കണ ഈ മനുഷ്യനാണ് ഈ പരിപാടിയുടെ കോർഡിനേറ്റർ. പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിരിക്കണം. പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കാൻ നോക്കിയപ്പോ കുപ്പില്ല. അപ്പൊ നമ്മൾ തൽക്കാലം ഒരു ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ കുരുപ്പുകളൊക്കെ പണ്ട് സ്കൂൾ കുട്ടിയെ പോലെ ഒളിമ്പിക്സിന് ഓടാൻ വിട്ടാൽ മതിയായിരുന്നു. അജ്ജാതി ഓട്ടാണ് ഈ കുരുപ്പുകളൊക്കെ ഓടുന്നത്. അങ്ങനെ പരിപാടികളൊക്കെ തീർത്ത് നമ്മൾ സമ്മാനദാനത്തിലോട്ട് കടന്നു. എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ ട്രോഫി ആണെന്ന് തന്നെ കരുതണ്ട. നമ്മൾ ഒരേ മോഡലിലുള്ള കുറെ ട്രോഫി വാങ്ങിയിട്ടുണ്ട്. ജയിച്ചവർക്കും തോറ്റവർക്കും ഒക്കെ സമ്മാനമുണ്ട്. ഇവൾക്ക് 4 വട്ടം ഫൈനലിൽ കയറിയുള്ള സമ്മാനമാണ്. ഈ കുരിപ്പിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ തോറ്റതിന്. ഇവൻ എന്തിനാ സമ്മാനം വാങ്ങണമെന്ന് ഓനിക്കും അറിയില്ല, കൊടുക്കണെന്തെന്ന് എനിക്കും അറിയില്ല. ഇവനക്ക് പിന്നെ നാളെ സ്കൂളിൽ പോകുമ്പോ ഫോട്ടോന്റെ കുട്ടിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓനക്ക് സമ്മാനം കൊടുക്കും. ഇനി നാളെ കാണാം.